ശബരിമലയിൽ ഇതുവരെ ദർശനം നടത്തിയത് 85,000-ഓളം ഭക്തർ. പുലർച്ചെ ആരംഭിച്ച ഭക്തജന തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. നാളെയും തിരക്ക് തുടരാനാണ് സാധ്യത. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമലയും അതോടൊപ്പം തന്നെ അനുബന്ധ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായാണ് മുന്നോട്ട് പോകുന്നത്. പുലർച്ചെ 3 മണിയൊക്കെയാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ ആരംഭിച്ച ആ ഒരു തിരക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 80,000-ലധികം ഭക്തരാണ് ഇതുവരെയും ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയത്. വരും മണിക്കൂറുകളിലും തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, വെർച്വൽ ക്യൂവിൻ്റെ എണ്ണം 50,000 ആയിരുന്നു, 5,000 ആയിരുന്നു. അത് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 5,000-ൽ നിന്നും 8,000-ലേക്ക്, അതായത് ശബരിമലയിലെ തിരക്ക് അനുസരിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനം ഹൈക്കോടതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസും ദേവസ്വം ബോർഡും ഈ വെർച്വൽ ക്യൂ വഴി എത്തുന്ന ഭക്തർക്കുപരിയായി സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണം അത് 5,000-ൽ നിന്നും 7,500-ലേക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. 12 വിളക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലയാളികളായിട്ടുള്ള ഭക്തരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ഉണ്ടാകും. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. ഇന്നലെയും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഇന്നും ആ ഒരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.